വെരി ഗുഡ്. BP നോർമലാണ്. ഇനി സ്കാൻ ചെയ്ത് നോക്കാം. സ്കാനിംഗ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചാലോ? കൊള്ളാം. സ്കാനിങ്ങിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഫാമിലി വിഷമിക്കുന്ന കരുതിയല്ലേ മാഡം ഇങ്ങനെ പറയുന്നത്? ഒന്നും ഉണ്ടാകില്ല. സിസ്റ്റർ, സ്കാനിങ്ങിന് കൊണ്ടുപോയിക്കോളൂ. ശരി ശരി. മാഡം എഴുന്നേൽക്കൂ. വേണ്ട. അവിടെയാണ്. മാഡം വന്നോളൂ. നിങ്ങൾ അവിടെ ഇരുന്നോളൂ. സർ, സർ സ്കാനിംഗ്. പോയിട്ട് വാമേ. നമസ്കാരം മാഡം. നമസ്കാരം. ഇരിക്കൂ. അഖില മാഡം അല്ലേ? ഡോക്ടർ വൈഗ പറഞ്ഞിരുന്നു. ഇരിക്കും മാഡം. മാഡം, മൊബൈലും ആഭരണങ്ങളും ഒക്കെ നഴ്സിന്റെ കയ്യിൽ കൊടുത്തേക്കൂ. ദാ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ. വരൂ മാഡം. അഖില മാഡത്തിന്റെ ഓർണമെന്റ്സ്. നന്ദന, അമ്മയുടെ ഫോണിൽ നിന്ന്. അരവിന്ദേ, അമ്മയുടെ പാസ്വേഡ് അറിയോ നിനക്ക്? ഇല്ല ബ്രോ. അരവിന്ദ് തന്നെ. ഇരിക്കും മാഡം. അസ്വസ്ഥതകൾ എന്തെങ്കിലും തോന്നിയിരുന്നോ മാഡം? ഇല്ല. ഇതിൽ നോക്കിയിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. റിപ്പോർട്ടൊന്ന് പ്രിന്റ് ചെയ്ത് തരട്ടെ. മാഡം ഡോക്ടറെ കണ്ടോളൂ. ശരി. എല്ലാ പാസ്വേഡുകളും അടിച്ചു നോക്കി, തുറക്കുന്നില്ല. ആനന്ദ് എന്നൊന്ന് അടിച്ചു നോക്കി. അത് ശരിയാ ബ്രോ. ആനന്ദൊന്നും അടിച്ചു നോക്കി. ലോ കഴിഞ്ഞു.
ആനന്ദ് ഫോൺ. അമ്മേ, ഞാൻ മൊബൈല് വെറുതെ അമ്മേ, സ്കാനിങ് കഴിഞ്ഞോ? കഴിഞ്ഞു. എങ്കിലേ ഇനി ഡോക്ടറെ കണ്ടാലോ ആന്റി? ചെല്ല്. ഡോക്ടർ കൊടുത്തേക്ക്. ശരി ഡോക്ടർ. ആന്റി എന്താ ഇവിടെ? എന്താവൻ? സ്കാനിങ് കഴിഞ്ഞു. സ്കാനിങ് കഴിഞ്ഞെന്നോ? എന്നിട്ട് വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. നീ ആദ്യം അന്ന് അഖിലയുടെ സ്കാൻ ചെയ്ത ആ പഴയ റിപ്പോർട്ട് എനിക്കൊന്ന് വാട്സപ്പിലേക്ക്. ആന്റി അത് നിന്റെ മൊബൈലിൽ ആ റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ, അത് വേഗം എന്റെ വാട്സപ്പിലേക്ക് അയക്കാൻ. ശരി ആന്റി, ദേ ഇപ്പൊ അയക്കാം. ഫോൺ കട്ട് ചെയ്തേക്ക്. സ്കാനിംഗ് റിപ്പോർട്ടിൽ ക്ലോട്ടിംഗ് അപകടകരമായ അവസ്ഥയിലാണെങ്കിൽ സർജറി വേണ്ടിവരും. മാസങ്ങൾക്ക് മുമ്പ് നടന്ന ആക്സിഡന്റിൽ സംഭവിച്ചത് അപകടകരമായ ഒന്നായിരുന്നെങ്കിൽ അമ്മയിൽ അതിന്റെ ലക്ഷണങ്ങൾ ഇതിനകം കാണിക്കേണ്ടതല്ലേ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോ ക്ലോട്ടിംഗ് ഇതിനകം മാറിയിട്ടുണ്ടാവും. ഇല്ലെങ്കിലേ ഞാൻ ഇപ്പൊ പറഞ്ഞ സർജറിയുടെ ആവശ്യം വേണ്ടി വരികയുള്ളൂ. ഡോക്ടർ, അഖിലാന്റിക്ക് ഇപ്പൊ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. എങ്ങനെയുള്ള മാറ്റം? പെരുമാറ്റത്തിലോ ആക്ടിവിറ്റീസിലോ അല്ലെങ്കിൽ ഓർമ്മക്കുറവോ പരസ്പര വിരുദ്ധമായ സംസാരമോ അങ്ങനെ എന്തെങ്കിലും ആണോ? അരവിന്ദ്, അച്ഛനാ. ജസ്റ്റ് എ മിനിറ്റ്. അങ്ങനെയല്ല ഡോക്ടർ. ആ അച്ഛാ. ഏയ് ഒന്നുമില്ല, സ്കാനിംഗ് റിപ്പോർട്ട് കിട്ടിയില്ല. ഏയ് അച്ഛൻ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. ആ ആ അതെ, ഞങ്ങളിപ്പോ ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശരി അച്ഛൻ, ഞാൻ വിളിക്കാം. ശരി. ആ ശരി ശരി, അപ്പൊ തന്നെ ഞാൻ വിളിക്കാം. ശരി അച്ഛാ.
എന്താടോ എപ്പോഴും മൊബൈലില്? അയ്യോ മേഡം, വേറൊന്നുമില്ല മേഡം. ബാംഗ്ലൂരിലുള്ള കൊച്ചുമക്കള് ഇങ്ങനെ ഓരോന്ന് അയച്ചുകൊണ്ടിരിക്കും. പേരക്കുട്ടികളെ കൊഞ്ചിക്കാനുള്ള ഭാഗ്യവും കിട്ടിയില്ല. പിന്നെ ഇങ്ങനെയെങ്കിലും ആകട്ടെ എന്ന് കരുതി. അല്ല, സ്കാനിങ് കഴിഞ്ഞോ മേഡം? കഴിഞ്ഞു. ഇവിടുത്തെ പ്രിന്ററിന് എന്തോ കുഴപ്പം, അതുകൊണ്ട് സ്കാനിംഗ് റിപ്പോർട്ട് മൊബൈലിൽ അയച്ചത്. ആ, ഞാൻ അതിന്റെ ഒരു കോപ്പി തന്റെ മൊബൈലിലേക്ക് അയച്ചിട്ടുണ്ട്. വന്നിട്ടുണ്ടോ നോക്കൂ വാട്സപ്പിൽ. ആ വന്നിട്ടുണ്ട് മേഡം. എങ്കിൽ കുറിപ്പ് പോയി അതിന്റെ ഒരു പ്രിന്റ് എടുത്തിട്ട് വരൂ. ഹോസ്പിറ്റലിന് മുമ്പിലെ കടയിൽ തന്നെ കോപ്പി കിട്ടും. വേഗം വേണം. ഓ ശരി മേഡം. അതൊക്കെ വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ടെക്നോളജിയൊക്കെ ഇത്രയും ഡെവലപ്പായ സ്ഥിതിക്ക് ഇതൊക്കെ വളരെ നിസ്സാരമാണ്. അൾഷിമേഴ്സ് പേഷ്യൻസിന് പോലും തിരിച്ചു പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നതാണ് ഇപ്പോഴത്തെ ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അമ്മ, ആന്റി, അമ്മേ ഇരിക്കേ. ബ്രോ നീ ഇരിക്കേ. ടെൻഷൻ അടിക്കാനൊന്നുമില്ല മാഡം. ഏതായാലും റിപ്പോർട്ട് വരട്ടെ. ഡോക്ടർ, സ്കാനിംഗ് റിപ്പോർട്ട്. നേഴ്സ്, ഡോക്ടർ, റിപ്പോർട്ട് എവിടെ? റിപ്പോർട്ട് നോക്കിയാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. റിപ്പോർട്ട് എടുത്തിട്ട് വരൂ. ശരി ഡോക്ടർ. സോറി മാഡം. താങ്ക്സ് മാഡം. ഇത് മാഡത്തിന്റെ സ്കാൻ റിപ്പോർട്ടാണ്. ഓ അതായിരുന്നു. ശരി ശരി. നിഷേ, ആ ഏത്രയിലെ പേഷ്യന്റിന്റെ സ്കാൻ റിപ്പോർട്ട് അവരുടെ കയ്യിൽ നിന്ന് മിസ്സായി. അതിന്റെ ഒരു കോപ്പി വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാനിതൊന്ന് കൊടുത്തിട്ട് കൊണ്ടുവരാം. ശരി. ഡോക്ടർ, സ്കാനിംഗ് റിപ്പോർട്ട്. ഇത് പേടിക്കാനൊന്നുമില്ല. ബ്ലഡ് ക്ലോട്ടായത് അവിടെ അങ്ങനെ കിടപ്പുണ്ട്. പക്ഷേ അത് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഏതായാലും മാഡം ഒരു 2 ആഴ്ച കൂടി മെഡിസിൻ കണ്ടിന്യൂ ചെയ്യും.
അത് ഓട്ടോമാറ്റിക്കായി മെൽറ്റായിക്കോളും. മറ്റു കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. അപ്പോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ട് പോവാം. അപ്പൊ ഇത്രയൊക്കെ പരിശോധന നടത്തിയിട്ടും കാര്യമായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അല്ലേ? മാഡം, കണ്ടുപിടിക്കാനുള്ളതെല്ലാം കണ്ടെത്തിയല്ലോ. ഇല്ല ഡോക്ടർ, ഇതിലും എന്റെ മക്കൾ സംതൃപ്തരല്ല. താങ്ക് യു ഡോക്ടർ. വെൽക്കം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. അരികത്തുള്ളത് അമ്മ തന്നെയാണോന്നറിയാൻ മക്കൾ നടത്തിയ പരീക്ഷണങ്ങളും MRI സ്കാനും. എന്നിട്ട് എന്തായി? കണ്ടെത്താനായോ? എന്തൊക്കെയായിരുന്നു? ആദ്യം ട്രീറ്റ്മെന്റ് നടത്തിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു എന്ന വ്യാജേന മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. മൊബൈല് പരിശോധിക്കുന്നു. അതെ, ആനന്ദ് മണ്ടനാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇക്കാര്യത്തിൽ അവൻ പോരാ. ഈ അഖിലാണ്ടേശ്വരിയുടെ സ്ഥാനത്ത് അവിടെയുള്ളത് രാജരാജേശ്വരിയാണെന്ന് കണ്ടെത്തി കഴിയുമ്പോഴേക്കും തൃച്ചംബരത്തിന്റെ വംശ പരമ്പര അവസാനിച്ചിരിക്കും. ആട്ടുതൊട്ടിലിൽ ആട്ടി ഉറക്കുന്ന കുഞ്ഞുങ്ങളെ സ്വപ്നം കണ്ടിരിക്കുന്നതേ വെറുതെയാ. വെറും പാഴ്കിനാവ്. ഗർഭപാത്രങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അതിനു മുന്നേ കൊന്നു തള്ളിയിരിക്കും. No! You're mistaken. No one can touch my family. Yes, Priyanka is not saying any nonsense now. Do you understand? You better understand. What the hell do you think of me? As long as Rajarajeshwari is there, everything Priyanka says will happen. ഇനിയും ഇത്തരം കലാപരിപാടികളുമായി മക്കൾ ഇറങ്ങി തിരിച്ച ആയുസിന്റെ ദൈർഘ്യവും കുറയും. അതെ, ഉറക്കം വരാതെ ശത്രു നിഗ്രഹത്തിനായി തഞ്ചം നോക്കിയിരിക്കുന്ന രാജരാജേശ്വരിയുടെ കയ്യെത്തും ദൂരത്ത് നിറത്തോക്കുണ്ടെന്നുള്ള കാര്യവും മറക്കരുത്. അപ്പോ ശുഭരാത്രി.